ഇന്നൊരു പാച്ച് വർക്ക് കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു സെൽഫ് പ്രിൻറ്റഡ് മെറ്റീരിയലും ഒരു പ്ലെയിൻ മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. അതിൽ ഈ പ്ലെയിൻ മെറ്റീരിയൽ പാച്ച് വർക്ക് ചെയ്താൽ അത്ര ഭംഗിയാകത്തില്ല. അതിന് ഞാൻ ചെറിയൊരു എംബ്രോയിഡറിയും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ലീഫ് ഡിസൈനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഞാനിത് ഫുള്ള് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോൺസ് കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ഫുള്ള് ചെയ്തിട്ടില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചും വിഡ്ത്ത് ഞാൻ 12 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് രണ്ടായിട്ട് മടക്കി നെക്കിൻ്റെ അവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കാം. കുർത്തിയുടെ നെക്കിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ദേ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 4 വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ പിന്നെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ 4 വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു 1.25 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 വശവും അകത്തേക്ക് മടക്കി ഞാൻ അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് അതിൻ്റെ സൈഡിലോട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എഡ്ജിലായിട്ട് വേണം നമ്മൾ ആദ്യം തയ്ച്ച സെയിം സ്റ്റിച്ചിങ് ലൈനേ കൂടെ വേണം ഇത് തയ്ക്കാനായിട്ട്. കോർണറിൽ വരുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് മടക്കിയിട്ട് ഇതുപോലെ അകത്തോട്ട് മടക്കി പിന്നെ നമ്മൾ സെയിം സൈഡിലോട്ട് കൊണ്ടുവരണം. ഇതുപോലെ എന്നിട്ട് അതിൻ്റെ കോർണറിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്ത കോർണറിൽ വരുമ്പോഴും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അകത്തോട്ട് മടക്കി സെയിം സ്റ്റിച്ചിങ് ലൈനിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് 4 വശവും തയ്ച്ചു കൊടുക്കാം. അടുത്തത് ഇതിൻ്റെ നെക്ക് എങ്ങനെ ഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനൊരു ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. ഒരു 4 ഇഞ്ച് ലെങ്തും 4.5 ഇഞ്ച് വിഡ്ത്തിലും ഒരു ബോട്ട് നെക്ക്.
ഇതുപോലെ ബോട്ടിൻ്റെ ഷേപ്പിൽ തന്നെ അതിൻ്റെ നെക്ക് വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു 3/4 ഇഞ്ച്, ഒരു 7.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് കട്ട് ചെയ്ത് ഫാബ്രിക്കയിൽ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനി മെയിൻ ഫാബ്രിക്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പതിയെ ഒട്ടും വലിയാതെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അതുകൊണ്ട് പതിയെ അതിൻ്റെ സെയിം ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, നെക്ക് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. സെയിം നെക്ക് വിഡ്ത്ത് തന്നെ. എന്നിട്ട് ലെങ്ത് 2 ഇഞ്ച്, ഒരു 2 ഇഞ്ചിൽ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരച്ചു കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാനിവിടെ 1.5 ഇഞ്ച് വിഡ്ത്തിൽ ബ്ലാക്ക് കളറിൽ ഒരു ബയാ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം, ഒരു 1/2 ഇഞ്ചിൽ. എന്നിട്ട് ഇത് നമുക്ക് നെക്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇത് നെക്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും ബയാ സ്ട്രിപ്പും വലിക്കാൻ പാടില്ല, മെയിൻ ഫാബ്രിക്കും ഒട്ടും വലിയാൻ പാടില്ല. വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അതുകൊണ്ട് പതിയെ 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ നമുക്ക് തയ്ച്ചെടുക്കാം. രണ്ട് ഫാബ്രിക്കും ഒരുപോലെ വെച്ച് പതിയെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഒരു 1/2 ഇഞ്ച് മടക്കി അകത്തോട്ട് വെച്ച് തയ്ച്ചെടുക്കാം. അതും ഇതുപോലെ തന്നെയാണ്, വലിച്ച് പിടിക്കാൻ പാടില്ല. പതിയെ മടക്കി പതിയെ വേണം തയ്ച്ചെടുക്കാനായിട്ട്. ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് വീതം രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്യാം. ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും ജോയിൻ ചെയ്തു. ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം. അത് ഞാനിവിടെ കാണിക്കുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കാണിച്ചിരുന്നു. ഞാൻ സ്ലീവ് എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എംബ്രോയ്ഡറിയുടെ താഴെ നമുക്ക് ഇതുപോലെ ഓരോ സ്റ്റോൺ വീതം ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് ചെറുതായിട്ട് ഗ്ലൂ കൊടുത്തുകൊണ്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉണങ്ങി സ്ലീവ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ പൈപ്പിംഗ് ആണ് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. കുർത്തിയുടെ ഡൗൺ വിത്തിലും ചെറിയ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.